പറയുമ്പോ റെഡി 1 2 3 സ്റ്റാർട്ട്. ഹായ് ഗൈസ്, ഹായ് ഹായ്. ഹായ് ഗൈസ്. ഹായ് ഗൈസ്, അപ്പോഴേ നമ്മൾ ഈ പോകുന്നത് അതിരടി മൂവി കാണാനാണ്. ആക്ച്വലി രാത്രി 9:30ക്കാണ് ഷോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തിയേറ്ററിൽ എത്താൻ കുറച്ച് ഒരു 15-20 മിനിറ്റ് ട്രാവൽ മാത്രമേ ഉള്ളൂ. സാധാരണയായി എന്നും ലേറ്റ് ആയി പോണ ഞങ്ങള് ഇന്ന് പതിവില് നേരത്തെ ഇറങ്ങി. സാധാരണ കേസിൽ ഈ നേരത്തെ ഇറങ്ങിയ എല്ലാം പെർഫെക്റ്റ് ആവാറാണ് പതിവ്. പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. വെയിറ്റ് പറയാൻ ഞാൻ. അങ്ങനെ ഞങ്ങള് ഒരു 8:30 ആയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഫസ്റ്റ് നമ്മൾ പോയത് ഈ കാണുന്ന സൂപ്പർ മാർക്കറ്റിലാണ്. വെറുതെ ഇരുന്ന സിനിമയാണ്, ഒരു രസം കാണില്ലല്ലോ. ഈ ഞം അതും കൂടെ വേണ്ടേ. അങ്ങനെ നമ്മള് കുറച്ച് ലേസും പോപ്കോണും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് വീണ്ടും യാത്ര തിരിച്ചു. അതെ ഗൈസ്, ഞാനൊരു കാര്യം പറയട്ടെ. സത്യത്തിൽ ഈ വ്ലോഗ് എടുക്കുന്നവരെ സമ്മതിക്കണം. അവരുടെയൊക്കെ കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ, അത് വേറെ ലെവലാ. സമ്മതിച്ചു കൊടുത്തേ പറ്റും. ഞാനിപ്പോ ചെറുതായിട്ട് വ്ലോഗിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാനിപ്പോ ആലോചിക്കുന്ന ഈ വലിയ വലിയ വ്ലോഗേഴ്സിന്റെ ഇനിഷ്യൽ സ്റ്റേജ് ആണ്. അവർക്ക് ഇന്ന് ഈ കാണുന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് അവരെ തന്നെ പുഷ് ചെയ്തുണ്ടാക്കിയ സംഭവല്ലേ. അപ്പൊ നമ്മൾ ഒരു സമ്മതിച്ചു കൊടുത്തല്ലേ പറ്റൂ. അപ്പോ അതൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ തിയേറ്ററിലെത്തിയേ. ഇനി ഉണ്ടായ വൺ ട്വിസ്റ്റ് എന്തെന്നറിയണ്ടേ? വേറൊന്നല്ല, ഞങ്ങൾക്ക് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയോണ്ടും അവിടെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന പടം കഴിയാത്തതുകൊണ്ടും അവർക്ക് മൂവി കണ്ടു കഴിഞ്ഞ് അവർക്ക് വണ്ടി എടുത്ത് പോയാൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടി അവിടെ ഇടാൻ പറ്റുമായിരുന്നുള്ളൂ. അതിന് പറ്റിയില്ല, അത്രേ ഉള്ളൂ സംഭവം. എങ്ങനെയുണ്ട് ടെസ്റ്റ്? അങ്ങനെ ഞങ്ങൾ വീണ്ടും തിയേറ്ററിൽ നിന്ന് 2 പോപ്കോണും കൂടെ മേടിച്ച് മൂവിക്ക് കയറി. അങ്ങനെ മൂവിന്റെ ഇന്റർവെല് വരെ ഞങ്ങളുടെ കുഞ്ഞുമറിയം മൂവി കണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരി ഉറങ്ങിപ്പോയി. അങ്ങനെ ഏതാണ്ട് ഒരു 12:30 ആയപ്പോൾ മൂവിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ എല്ലാവരും വീട്ടിലും പോയി. അപ്പോൾ ഗൈസ്, എൻ്റെ ഈ വ്ലോഗ് എങ്ങനെയുണ്ട്? ഇഷ്ടമായാൽ ലൈക്ക്, ഷെയറും കമന്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ശരി, ഓക്കെ, ബൈ, ടാറ്റാ.